ഞങ്ങളൊരു യാത്ര പോകുകയാ ഊട്ടിയിലേക്ക്. എന്റെ പ്രിയമുള്ളവരെ, അവരെ ഞങ്ങളെ ഒരുപാട് കുടുംബക്കാരുണ്ട്. അവിടുന്ന് ഞങ്ങളതാ കല്യാണമെല്ലാം ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് അതാ അടുത്ത വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഒരു ചെറിയ പയ്യൻ ഞങ്ങളെ വീട്ടിലേക്ക്, അതായത് ഞങ്ങളെ പോകുന്ന വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയോ, എന്റെ ചെറിയ പെങ്ങളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടവള് വരികയോ. എന്റെ ചെറിയ പെങ്ങളെ, ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാ വല്ലാത്ത ഇഷ്ടമുള്ള ആളാ, പെട്ടെന്ന് ഇങ്ങനെ അടുക്കുന്ന ഒരാളാ. അങ്ങനെ ഈ കുഞ്ഞിനെ കണ്ടപ്പോ എന്റെ പെങ്ങളെ കയ്യിൽ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വരിക. ഞങ്ങളാകുന്ന എന്റെ ഉപ്പയുമുണ്ട്, എന്റെ ഉമ്മയുമുണ്ട്, ഞാനുമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുടുംബക്കാരാകുന്ന വീടുകളിലേക്ക് പോകുമ്പോ ഈ ചെറിയ പൈതലാകുന്ന കുഞ്ഞും ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ ചെറിയ കുഞ്ഞും ഞങ്ങളുടെ കൂടെയുണ്ട്. സുബ്ഹാനല്ലാഹ്, ആരുടെ മോളായെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അങ്ങനെ ഞങ്ങളൊരു കുടുംബക്കാരന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു, ഇതാരുടെ മോളാ? നല്ല ചന്തമുള്ളൊരു മോളാണല്ലോ, നല്ല സൗന്ദര്യമുള്ളൊരു മോളാണല്ലോ. മാത്രവുമല്ല എന്തൊരു സ്നേഹമാണ്, എല്ലാവരോടും പെട്ടെന്ന് ഇങ്ങനെ ഇടപഴകുന്ന മോളാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, അല്ല ഇതിപ്പോ ആരുടെ മോളാണെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്റെ കുടുംബക്കാരാകുന്ന ഒരാൾ പറഞ്ഞു, ഇത് ഇന്നാളുകളുടെ മോളാ, നിങ്ങൾക്ക് കേൾക്കണോ? അവിടുന്ന് പറയുകയാണ്, ഈ പിഞ്ചോമന പൈതലാകുന്ന ഈ കുഞ്ഞിയുടെ ഉപ്പ മരണപ്പെട്ടിട്ട് വെറും 40 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്നൊക്കെ 40ാമത്തെ ദിവസം തികയുകയാണ്. എന്റെ ചെറിയ പെങ്ങൾ അറിയാതെ ആ കുഞ്ഞിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അവിടുന്ന് അതാ ആ വല്യമ്മ ഞങ്ങളോട് പറയാ, ഈ മോളുണ്ടല്ലോ, അവൾ യതീമായ മോളാ, യതീമായ മോളാണ്, അവൾ യതീമായ മോളാണെന്ന് പറയവേ സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ചോദിച്ചു, ഓളെ ഉപ്പ എന്തേ, എവിടെയെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് വല്യമ്മ പറഞ്ഞു, ഈ ലോകത്തോട് ഇവിടെ വാങ്ങി ആ പൊന്നു പൈതലുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട അനിയത്തിയുടെ മടിത്തട്ടിൽ ഇരുന്നുകൊണ്ട് ആ കുഞ്ഞു പൈതൽ പറഞ്ഞതെന്തെന്നറിയുവോ? ആ കുഞ്ഞു മോള് പറഞ്ഞതെന്തെന്നറിയുവോ? എന്റെ ഉപ്പ മരിച്ചിട്ടില്ല, എന്റെ ഉപ്പ ഈ ലോകത്തോട് വിടവാങ്ങിയിട്ടില്ല, വിടവാങ്ങിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് അവളിങ്ങനെ ചോദിക്കാ, മോളെ എന്റെ ഉപ്പച്ചി എവിടെയാ മോളെ? അവിടുന്നതാ ആ വല്യമ്മാടെ വാക്ക് കേട്ട കുഞ്ഞു പൈതൽ പറയാണ്, എന്റെ ഉപ്പച്ചി മരണപ്പെട്ടു പോയിട്ടില്ല, എന്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടില്ല. പിന്നെ പോലെ ഉപ്പച്ചി എവിടെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളങ്ങ് ചോദിക്കുമ്പോ ആ ചെറിയ പൈതൽ പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഉമ്മമാരെ, എന്നെയും എന്റെ ഉപ്പയും എന്റെ കുടുംബത്തെയും അവിടെ കൂടി എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു കഥയാ. അവിടെ ആ കുഞ്ഞു പൈതലാകുന്ന മോള് പറഞ്ഞ വാക്കെന്നറിയുമോ? എന്റെ ഉപ്പ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടില്ല, എന്റെ ഉപ്പ മരണപ്പെട്ടിട്ടില്ല, പക്ഷേ എന്റെ ഉപ്പ പള്ളിയിലേക്ക് പോയിരിക്കുക, എന്റെ ഉപ്പ പള്ളിയിലേക്ക് പോയിരിക്കുകയാണ്, എന്റെ ഉപ്പ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയിരിക്കാണ് താത്ത. അതുകൊണ്ട് എന്റെ ഉപ്പ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടില്ല. കുറച്ച് വളർന്നു വരുമ്പോ, കുറച്ച് വലിയ കുട്ടിയാകുമ്പോ അവൾക്ക് മനസ്സിലാകുമല്ലോ എന്റെ ഉപ്പ മരണപ്പെട്ടു പോയെന്ന്, എന്റെ ഉപ്പ ഖബറിലാണെന്ന് അവൾക്ക് മനസ്സിലാകുമല്ലോ. പടച്ചവനെ, ആ മോളുടെ ഉപ്പാടെ ഖബർ ജീവിത റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. കണ്ണൂരിലേക്ക് പോയ ഒരു കാര്യം എന്റെ ഉമ്മനോടും എന്റെ ഉപ്പനോടും എന്റെ സഹോദരിയോടും ഞാൻ പറഞ്ഞു, ഉപ്പാ ഉമ്മ, ജാഫർ തങ്ങളുടെ ഒരു ചരിത്രം ഇങ്ങനെ അള്ളാന്റെ ഹബീബ് ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉമ്മയും എന്റെ ഉപ്പയും അനുജത്തിയും കൂടെ ആ കുഞ്ഞുമോളാകുന്ന പൈതലിന്റെ തല ഇങ്ങനെ തടവുകയാണ്. അള്ളാഹുവേ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അങ്ങനെ ആ മോളത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്, അവിടെ ആക്കുകയാണ്. അപ്പോഴും ആ നല്ല മനസ്സുള്ള മോളുണ്ടല്ലോ പിന്നെയും ഞങ്ങളിലേക്ക് ഓടി ഓടി വരികയാണ്. പടച്ചവനെ, ആ മോളെ നീ സ്വാലിഹത്താക്കണേ അല്ലാഹ്.